എപ്പോഴും മരണത്തെ ഓർമ്മിച്ച് മരണത്തിനു വേണ്ടി ഒരുങ്ങുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ പൊട്ടി പൊട്ടി കരയും. കാരണം ഖബറിൽ രക്ഷപ്പെട്ടാൽ അപ്പുറത്തെല്ലാം രക്ഷയാണ്. ഖബർ ആദ്യമായി മനുഷ്യന് ചെന്ന് ഇറങ്ങാനുള്ള സ്റ്റേഷനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രയാണ് പൊട്ടിക്കരയാറുള്ളത്. നമുക്ക് അങ്ങനെ ഒരു ബോധം വരുന്നില്ല. നമ്മളിൽ നിന്ന് ദിനേന ഓരോരുത്തർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട റത്തുതങ്ങൾ അവറുകളുടെയും അബ്ബാസ് ഹാജിയുടെയും ആണ്ടനുസ്മരണത്തിലാണ്. അബ്ബാസ് ഹാജി അല്പം പ്രായമൊക്കെയായി, ചെറിയ രോഗത്തിലൊക്കെയായി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വേർപാടുണ്ടായത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ആ രോഗങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മുഴുവൻ പാപങ്ങളും കഴുകി വളരെ ക്ലിയറായി അള്ളാഹുവിന്റെ അടുക്കൽ പോകാനുള്ള ഒരു വഴിയായി അള്ളാഹു തആല ആക്കി കൊടുക്കുമാറാകട്ടെ. അതേ സമയത്ത് തങ്ങളവറുകൾ വളരെ പെട്ടെന്നാണ് നമ്മെ എല്ലാവരുടെയും മനസ്സ് പിടിച്ചു കുലുക്കി നമ്മോട് വിട്ടു പിരിഞ്ഞു പോയി. നമുക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇന്ന് വൈകുന്നേരം വരെ ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? രാവിലെ സുബ്ഹി നിസ്കരിച്ചു കഴിയുമ്പോൾ ഞാനിന്ന് ളുഹ്ർ നിസ്കരിക്കാനുണ്ടാവുകയില്ല എന്ന് ചിന്തിക്കാനുള്ള അവസരം ളുഹ്റിന്റെയും സുബ്ഹിയുടെയും ഇടയിൽ മരണപ്പെടുന്നവർക്കുണ്ടാകുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യദ്നി വ ഔജിസ്, ഓ നബിയെ എനിക്കൊരു ഉപദേശം നൽകണം. വ ഔജിസ്, അത് സംക്ഷിപ്തമായി ചുരുക്കി പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത് തന്നെ ഇദാ ഖുംത ഫീ സലാതിക ഫസല്ലി സലാത മുവദ്ദി, നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഇനി അടുത്തതിന് ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും എന്ന് വിചാരിച്ച് നിസ്കരിക്കണം. അപ്പൊ നമുക്ക് ഏത് സമയത്തും വിളിച്ചാൽ പോകേണ്ടവരാണ് നാം. അതുകൊണ്ട് തന്നെ മരണത്തിനു വേണ്ടി ഒരുങ്ങി ജീവിക്കുക. സമയം എന്ന് പറയുന്നത് വില കൊടുത്തു വാങ്ങാൻ പറ്റാത്തൊരു സംഗതിയാണ്. അൽ വഖ്തു സൈഫുൻ ഇല്ലം തഖ്തഹു, സമയമെന്ന് പറയുന്നത് ഒരു വാളാണ്. അതിനെ നീ മുറിച്ചു കളയണം, ഇല്ലെങ്കിൽ അത് നിന്നെ അങ്ങോട്ട് മുറിക്കും എന്ന് പറഞ്ഞതായി ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തുഹ്ഫയുടെ തുടക്കത്തിൽ വിവരിക്കുന്നുണ്ട്. അത് പറഞ്ഞത് എവിടെയാണ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനൽ ഇസ്തിഖാല ബിൽ ഇൽം, ഇൽമുമായി മനുഷ്യൻ ജോലിയാവുക, അഥവാ ഇൽമു പഠിക്കുക, പഠിപ്പിക്കുക. അങ്ങനെ ഇൽമുമായി മനുഷ്യൻ ഇടപെട്ടുകൊണ്ടേയിരിക്കുക. മിൻ അഫ്ളലി ത്വാആത്ത്, സൽക്കർമ്മങ്ങളിൽ, പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണത്. ഏറ്റവും ശ്രേഷ്ഠതയുള്ളതിൽ പെട്ടതാണ് എന്നാണ് അതിന്റെ നേരെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജുമാ നിസ്കാരം ഫർളാണ്, എന്നാൽ ജുമാ നിസ്കാരം പഠിക്കുക എന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഫർളാണ്. കാരണം ജുമാ നിസ്കാരം പഠിക്കാതെ ഒരാൾക്ക് ജുമാ നിസ്കരിക്കാൻ കഴിയുമോ? അതുപോലെ ഏത് അമലെടുത്തു നോക്കിയാലും അത് പഠിക്കലാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം. അത് കഴിഞ്ഞിട്ടാണ് ആ കർമ്മം. അങ്ങനെ വരുമ്പോ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മം ഇൽമു പഠിക്കലാണ്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിൽ ബഹുഭൂരിപക്ഷവും മുതഅല്ലിമീങ്ങളാണ്. അല്ലാഹു എല്ലാവർക്കും നാഫിയായ ഇൽമു നമുക്കും വർദ്ധിപ്പിച്ചു തരും. നമ്മൾ നന്നായിട്ട് ആമീൻ പറയണം, നല്ലോണം പഠിക്കുകയും വേണം. നന്നായിട്ട് പഠിക്കണം, അതോടുകൂടി നന്നായിട്ട് വിചാരിക്കുകയും വേണം. വെറും പഠിച്ച കൊണ്ട് കിട്ടൂല. അത് അല്ലാഹു തആല തന്നെ നമുക്ക് ഇൽമു തരണം. തൗഫീഖ് അല്ലാഹുവിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ടാണ് പല കിതാബിന്റെയും തുടക്കത്തിൽ വബിഹി നസ്തഈൻ വബില്ലാഹി തൗഫീഖ് വബിഹി തൗഫീഖ് എന്നൊക്കെ തുടക്കം തന്നെ പറഞ്ഞത് കാണും. എന്തുകൊണ്ട്? ഖൽഖുൽ ഖുദ്റതി അല ത്വാഅതി, എല്ലാം സൃഷ്ടിച്ചു തരുന്നവൻ അല്ലാഹുവാണ്. പുണ്യകർമ്മത്തിനുള്ള എല്ലാ കഴിവും സൃഷ്ടിച്ചു തരുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യണം. അതോടുകൂടെ തന്നെ നമ്മൾ നന്നായി അധ്വാനിച്ച് പഠിക്കുകയും വേണം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന്
1 കിലോമീറ്റർ നടന്ന് 5 കിലോമീറ്റർ ബസ് കയറി പെരിങ്ങത്തൂരിൽ വന്നിറങ്ങി 2.5 കിലോമീറ്ററോളം വീണ്ടും നടന്ന് പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ നിന്ന് ദർസ് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും 2.5 കിലോമീറ്ററോളം നടന്ന് എന്നിട്ട് പെരിങ്ങത്തൂരിൽ വന്ന് അവിടുന്ന് വീണ്ടും ബസ് കയറി 5 കിലോമീറ്റർ പോയി പിന്നെയും 1 കിലോമീറ്റർ നടന്ന് എൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ 3 കൊല്ലത്തോളം ഓതി പഠിച്ചിട്ടുണ്ട് ഞാൻ. അന്ന് എൻ്റെ ബാപ്പയുടെ ഖിദ്മത്തിന് വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. അങ്ങനെ പോകുമ്പോൾ എനിക്ക് ബാപ്പ 1 ഉറുപ്പിക 40 പൈസ ബസ്സിന്, 40 ഇങ്ങോട്ടും, അങ്ങനെ 80 പൈസ. പിന്നെ ഒരു 20 പൈസ ബാക്കി ഉണ്ടാവും ചായ കുടിക്കാൻ. അതിൻ്റെ കൂടെ ഒരു 30 പൈസ ചേട്ടനും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാൻ ചെറിയ പൈസ കയ്യിലുണ്ടാവും. പക്ഷേ ഞാൻ ചായ കുടിക്കാൻ പലപ്പോഴും പോകലില്ല. കാരണം അങ്ങനെ പോയാൽ പിന്നെ ചായ കുടിക്കാൻ നേരം ഉണ്ടാവും, കിതാബ് കടക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ചായ വേണ്ടാന്ന് വെക്കാറുണ്ട്. നിങ്ങളാരും കേട്ടിയില്ല, ചായ ഒന്നും വേണ്ടാന്ന് വെക്കണ്ട, വെറുതെ ഇട്ടുന്നതാണല്ലോ. ഞാൻ പറഞ്ഞത് പരിശ്രമം വേണമെന്നാണ്. മുതഅല്ലിമീങ്ങൾക്ക് നല്ല പരിശ്രമം വേണം, പഠിക്കാൻ വേണ്ടി നല്ല പരിശ്രമം വേണം. അങ്ങനെ പരിശ്രമിച്ച് പഠിക്കണം. അങ്ങനെ നമ്മൾ പരിശ്രമിച്ച് പഠിക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് ഇൽമ് ധാരാളമായി തരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ലഭിക്കും. അള്ളാഹുവിന്റെ സഹായം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം. ആരിൽ നിന്ന് കിട്ടുന്ന സഹായവും അള്ളാഹുവിന്റെ സഹായമാണല്ലോ, അള്ളാഹുവിൻ്റെതല്ലേ. നബി തങ്ങളുടെ സഹായം ലഭിക്കും. അങ്ങനെയാണ് സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹുവിന് പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല മുതഅല്ലിമായിരുന്ന കാലത്ത്. മഹാനവറുകൾക്ക് പരിശ്രമിച്ച് പഠിക്കുകയാണ്, തിരിയുന്നില്ല, മനസ്സിലാകുന്നില്ല, പിന്നെയും പഠിക്കന്നെ. അങ്ങനെ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകളുടെ സമീപത്ത് വന്ന് ഒരാൾ വിളിച്ചു, നിങ്ങളെ ഒരാൾ വിളിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, പിന്നെ ഇപ്പൊ പോയാൽ സമയം പോയി പോകും, ഞാൻ പോരുന്നില്ല. സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു വീണ്ടും പഠനം തുടങ്ങി. അദ്ദേഹം തിരിച്ചു പോയിട്ട് വീണ്ടും വന്നു, നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോഴും പറഞ്ഞു, എനിക്ക് അല്ലെങ്കിൽ തന്നെ മനസ്സിലാകുന്നില്ല, ഞാനിപ്പോ നടക്കാൻ പോയാൽ എൻ്റെ പഠനത്തിന് വികാരമുണ്ട്. അദ്ദേഹം പിന്നെയും തിരിച്ചുപോയി വീണ്ടും വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോഴും പറഞ്ഞു, ഞാൻ പഠിക്കുകയാണ്, എനിക്ക് സമയം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ പറഞ്ഞു, യദ്ഉക റസൂലുള്ളാഹി, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മഹാനവറുകളൊന്നും നോക്കിയിട്ടില്ല, അങ്ങനെ തന്നെ ഓടിപ്പോയി. ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങളെ ഞാൻ വിളിക്കാൻ പറഞ്ഞു വെച്ചിട്ട് 2 പ്രാവശ്യം വന്നില്ലല്ലോ? നബിയെ, തങ്ങൾ വിളിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് നടക്കാൻ പോകാനെന്നാ പറഞ്ഞത്. എന്നോട് ഒരാൾ വിളിക്കുന്നു എന്നാ പറഞ്ഞത്, തങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സങ്കടം, എനിക്ക് ഇൽമു പഠിച്ചിട്ട് മനസ്സിലാകാത്ത സങ്കടം കൊണ്ട് ഞാൻ ഇൽമു പഠിക്കാൻ തന്നെ സമയം ചെലവഴിക്കായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് വായ തുറക്കൂ എന്ന് പറഞ്ഞു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫാക്കപ്പെട്ട ഉമിനീര് ചേർത്ത് കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം ശൈഖ് അദ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ വന്നു. അദ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ സാധാരണയായി ഒന്നും മനസ്സിലാകാത്തൊരു കുട്ടിയായിട്ട് ഇരിക്കുന്ന ആളാണ് സഅദ് റളിയല്ലാഹു അൻഹു. പക്ഷേ അന്ന് ചില സംശയങ്ങൾ ഉസ്താദിനോട് ചോദിച്ചപ്പോ ഉസ്താദിന് തോന്നി സഅദിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇത് ഇന്നലത്തെ സഅദല്ല, ഇന്നത്തെ സഅദ്, ആള് മാറിയിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നിങ്ങൾ ദർസ് നടത്തിക്കോ. ഇതെങ്ങനെ കിട്ടിയതാ? അത് മദദും മിർ റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയ സഹായമാണ്. ഇത് കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇൽമു പഠിക്കാൻ വേണ്ടി ഇൽമിൽ തന്നെ സമയം ചെലവഴിച്ച് അധ്വാനിച്ച് പഠിച്ചപ്പോൾ റഊഫും റഹീമും എന്ന് അള്ളാഹുവിന്റെ പേരാണ്. ആ പേര് അള്ളാഹുവിന് പറയുന്നത് ഒരർത്ഥത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും റഊഫുർ റഹീം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലിയ ദയയുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ കാരുണ്യമുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുതഅല്ലിമായ സഅദ് റളിയല്ലാഹു അൻഹു വല്ലാതെ അധ്വാനിച്ച് പഠിക്കുന്നു. പഠിച്ചിട്ട് മനസ്സിലാകാത്തപ്പോൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നു.
അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹായം നൽകാൻ, അഥവാ അള്ളാഹുവിന്റെ സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത സ്ഥാനമാണല്ലോ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ നബിയെ അങ്ങയുടെ കൂടെ ജീവിക്കാനുള്ള സ്ഥാനം എനിക്ക് തരണമെന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ? അത്രയും വലിയ സ്ഥാനം അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടല്ലോ. സ്വർഗത്തിലെ സ്ഥാനം വരെ നബി തങ്ങളോട് ചോദിച്ച സഹാബികളുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഇസ്തിഗാസ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല, നബി തങ്ങൾ സഹായിക്കുകയില്ല എന്നൊക്കെ പറയുന്ന വിവരമില്ലാത്ത കക്ഷികളല്ലല്ലോ അഹ്ലു സുന്നത്തി വൽ ജമാഅ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കൊടുക്കാനുള്ള അധികാരവും പവറും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിച്ചതും ഐനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കൂ, ഞാനത് തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. ആ നബി തങ്ങളുടെ അതിമഹത്തായ സഹായം മഹാനായ സൈദുദ്ദീൻ തഫ്താസാനി എന്ന് പറയുന്ന മുതഅല്ലിമിന് ലഭിച്ചപ്പോൾ ലോകത്ത് ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ നമുക്കറിയാം. ശർഹുൽ അഖായിദ്, അതുപോലെ ശർഹുൽ മഖാസിദ് തുടങ്ങിയിട്ട് എത്രയെത്ര നല്ല ബുദ്ധിയുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന എത്രയെത്ര കിതാബുകളാണ് ശേഷം സൈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു രചിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ലഭിക്കുകയായിരുന്നു. കാരണം സഅദ് റളിയല്ലാഹു അൻഹു പഠിച്ചത് നബിതങ്ങൾ ഇവിടെ മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീൻ, നബിതങ്ങളുടെ തലക്ക് മുറിവേറ്റ് പോറ്റിയ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലിൽ നിന്ന് രക്തം പൊട്ടി വലിച്ചു പോറ്റിയ ദീൻ, കയ്യിന്റെ വിരലിൽ നിന്ന് രക്തം ഇങ്ങനെ വലിക്കുമ്പോ ഹല്ലന്തി ഇല്ലാ യസ്ബഉൻ ദമീതി, എന്ന ആഗ്രഹത്തോടുകൂടി സമയം മുഴുവനും ഇൽമു പഠിക്കാൻ വേണ്ടി ചെലവഴിച്ച ആ ഒരു സ്നേഹത്തിന്റെ പേരിലാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അതിമഹത്തായ സഹായം ലഭിച്ചതും മഹാനവർ ലോക പ്രശസ്ത പണ്ഡിതനായത്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ നന്നായി അധ്വാനിച്ച് പഠിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് എല്ലാ മുതഅല്ലിമീങ്ങളോടും ഓർമ്മപ്പെടുത്തി. മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുക, ആലിമീങ്ങളെ ആദരിക്കുക, സയ്യിദന്മാരെ ബഹുമാനിക്കുക, അല്ലാഹു ബഹുമാനിച്ചതിനെ എല്ലാം ബഹുമാനിക്കുക. അതാണല്ലോ വമൻ യുഅല്ലിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതും വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചാൽ അത് അവനിക്ക് ഖൈറാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചതുമാണല്ലോ. അതുകൊണ്ട് ബഹുമാനമുള്ളവർക്കൊക്കെ ബഹുമാനം നൽകുകയും നല്ലവരായ ആളുകളെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്യാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും സർവ്വ തൗഫീഖും നൽകുമാറാകട്ടെ.